സുഹൃത്തുക്കളെ, ഇതൊന്ന് കേൾക്കണം നിങ്ങൾ. അതായത് ഒരു സ്ത്രീ ലുലു മാളിലേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. 2 വട്ടം അവിടുന്ന് ദുരനുഭവം ഉണ്ടായി. ആ അനുഭവം നമ്മളൊന്ന് കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ സങ്കടമാവും. ഒന്ന് കേട്ട് നോക്കി. എനിക്കൊരു കാര്യം എല്ലാവരോടും കൂടി പറയാനുണ്ട്. ഇതിപ്പോ 2ാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ മദ്രസയിൽ പോണ 2 കുട്ടികൾ കണ്ടാ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്രസയിൽ പോകുന്ന 2 കുട്ടികൾ, അവിടെ പല കുട്ടികളും ഉണ്ട്. പക്ഷേ അനുഭവം നേരിട്ടത് കുട്ടികളുടെ ഭാഗത്തു നിന്നാണ്. അത് വെറും കുട്ടികളല്ല, മദ്രസയിൽ പോകുന്ന 2 കുട്ടികൾ. അത് എങ്ങനെ മനസ്സിലായി? മദ്രസയിൽ പോകുന്ന കുട്ടികളോട് ചോദിച്ചന്വേഷിച്ചൊന്നുമല്ല. കുട്ടികൾ തൊപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊപ്പി വെച്ചത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് മദ്രസ പോകുന്ന കുട്ടിയാണെന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കും, മദ്രസയിൽ പോകുന്ന 2 കുട്ടികളുടെ പക്കൽ നിന്നും അവർക്ക് ദുരനുഭവം ഉണ്ടായി. ഉണ്ടോ? കണ്ടിട്ട് കൊഞ്ഞനം കുത്തിയല്ലോ കുട്ടികൾ. മദ്രസയിൽ പോകുന്ന തൊപ്പി വെച്ച 2 കുട്ടികൾ, അവരാണ് കൊഞ്ഞനം കുത്തിയത്. അതും ഇവരെ കണ്ടപ്പോൾ വേറെ സ്ത്രീകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്തോ ഈ സ്ത്രീയെ കണ്ടപ്പോൾ അവർ കൊഞ്ഞനം കുത്തി. ഏതായാലും ബാക്കി കേട്ട് നോക്കാം നമുക്ക്, എന്നിട്ട് ബാക്കി പറയാം. കുട്ടികളല്ലേ പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം മനസ്സിൽ നന്മയുള്ള സ്ത്രീയാണ്. കാരണം കുട്ടികളായതുകൊണ്ട് അത് ക്ഷമിച്ചിട്ടുണ്ട്. അതാ നോട്ട് ദ പോയിന്റ്. കണ്ടോ, വയസ്സായ തള്ള, അത് തള്ളയായതോ വയസ്സായതോ അല്ല ഇവിടെ പ്രശ്നം. പർദ്ദ ഇട്ട സ്ത്രീയാണ്. മനസ്സിലായോ? അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം, പോയിന്റ് ചെയ്യണം. പർദ്ദ ഇട്ട ഒരു സ്ത്രീയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി കേൾക്കാം. കണ്ടോ, പേടിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. എന്തേ കാരണം? പബ്ലിക്കിൽ ഇത്തരം വേഷങ്ങളൊക്കെ ഇട്ടിട്ട് പലതും ചെയ്തു വെക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള പേടിയാണെന്നാണ് പറയണത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആദ്യത്തെ കുട്ടികളുടെ അടുക്കൽ നിന്നുണ്ടായ ദുരനുഭവം പറഞ്ഞു വരുന്നത് എന്താണ്? അതായത് ആ ഒരു അനുഭവത്തിലൂടെ ഈ സ്ത്രീ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താ? ഇത്തരത്തിൽ തൊപ്പിയിട്ട കുട്ടികൾ, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, അവരെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അപരമത വിദ്വേഷമാണ്. അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ മറ്റുള്ള മതസ്ഥരെ കാണുമ്പോൾ അവരോടൊരു വെറുപ്പും അവരെ കളിയാക്കാനുള്ള പ്രവണതകളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പഠനങ്ങളാണ് മദ്രസയിൽ നിന്നും കൊടുക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ വലിയ അനുഭവം പറയുന്നത്. ഏതായാലും ആ സ്ത്രീയുടെ പദപ്രയോഗവും മറ്റൊക്കെ കേട്ടപ്പോൾ നമുക്കും തോന്നിപ്പോകും, ഇതൊക്കെ ഉണ്ടായത് തന്നെയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി, വേറെ എത്രയോ സ്ത്രീകൾ അവിടെ ഉണ്ട്. എന്നിട്ട് ആരെയും കൊഞ്ഞനം കുത്താതെ ഈ സ്ത്രീയെ തന്നെ കൊഞ്ഞനം കുത്തിയത് ഇപ്പം എന്തിനാ? യഥാർത്ഥത്തിൽ മദ്രസയിൽ ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ മദ്രസയിൽ 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ 5ാമത്തെ പാഠം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കുന്നതെന്ന് വെച്ചാൽ മദ്രസയിൽ നിന്ന് എന്ത് പഠിപ്പിക്കുന്നു, പക്ഷേ മദ്രസയുടെ പേര് പറഞ്ഞിട്ട് ഇവർ സമൂഹത്തിൽ എന്ത് പ്രചരിപ്പിക്കുന്നു എന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് വായിക്കാം. ഒന്ന് കേട്ടു നോക്കി. പാഠം 5 ദുറൂസുൽ ഇഹ്സാൻ എന്ന് പറയുന്ന പുസ്തകമാണ് കേട്ടോ. 6ാം ക്ലാസ്സിലെ പുസ്തകമാണ്. പാഠം 5 സെൽ സ്വഭാവത്തിലാണ് സൗന്ദര്യം. മനുഷ്യൻ്റെ സൗന്ദര്യം കിടക്കുന്നത് തന്നെ സെൽ സ്വഭാവത്തിലാണ് എന്നാണ് ഒന്നാമത് കുട്ടികളെ പഠിപ്പിക്കുന്നത്. പാഠത്തിൻ്റെ ഹെഡിങ് ആണത്. ഇനി തുടർന്നുള്ളത് വായിക്കാം. അള്ളാഹുവും ജനങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്നു. കാരണം സെൽ സ്വഭാവം അത് ജനങ്ങൾക്കും ഇഷ്ടമാണ്, അള്ളാഹുവിനും അത് ഇഷ്ടമാണ്. അന്ത്യദിനത്തിൽ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം അനുഭവപ്പെടുന്നു. അങ്ങനെയുള്ള നന്മ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് സെൽ സ്വഭാവം. അപ്പം നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനായാലേ സമൂഹത്തിലും ആളുകൾക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ, പടച്ച റബ്ബിനും ഒരാളെ ഇഷ്ടമുണ്ടാവുള്ളൂ എന്നാണ് ഒന്നാമത് പഠിപ്പിച്ചത്. ഇനി നോക്കി, നല്ല വാക്കുകളും എന്താണ് സെൽ സ്വഭാവം എന്ന് പറയാട്ടോ.
നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സെൽ സ്വഭാവം. അപ്പോൾ സെൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതാണ്, നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്നൊരു മാനസികാവസ്ഥക്കാണ് സെൽ സ്വഭാവം എന്ന് പറയുക. എന്നിട്ട് പറയുകയാണ് സെൽ സ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ. ഒരാളെ കണ്ടിട്ട് അയാൾ സെൽ സ്വഭാവിയാണ് എന്നെങ്ങനെ മനസ്സിലാക്കാം? അതിൻ്റെ ചില അടയാളങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പുഞ്ചിരിക്കുന്ന മുഖം, കൊഞ്ഞനം കുത്തുന്ന മുഖമല്ല കേട്ടോ, പുഞ്ചിരിക്കുന്ന മുഖം. 2, ആരും ഇഷ്ടപ്പെടുന്ന സംസാരം. 3, അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ്. നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്, ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ്, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനോഭാവം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം. ഇതാണ് സെൽ സ്വഭാവത്തിൻ്റെ ചില അടയാളങ്ങളായിട്ട് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ഇനി ഈ കുട്ടികൾ എന്തുകൊണ്ട് ആ സ്ത്രീയെ കൊഞ്ഞനം കുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ കൊഞ്ഞനം കുത്തിയോ ഇല്ലയോ? 2 സാധ്യതകൾ അവിടെ ഉണ്ട്. ഒന്നെങ്കിൽ കൊഞ്ഞനം കുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊഞ്ഞനം കുത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ പുഞ്ചിരിക്കുന്ന മുഖം, അതാണല്ലോ സെൽ സ്വഭാവത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞത്. ചിലപ്പോൾ ആ കുട്ടികൾ പുഞ്ചിരിച്ചതാവും ഈ സ്ത്രീയോട്, ആ 2 കുട്ടികൾ. പക്ഷേ ശാഖാ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഒരു പക്ഷേ ആ ഒരു അന്ധമായ മുസ്ലിം വിരോധം കൊണ്ട് മറ്റുള്ളവരും അല്ലെങ്കിൽ ഒരു മുസ്ലിം കുട്ടികൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ പുഞ്ചിരിക്കുന്നത് പോലും കൊഞ്ഞനം കുത്തുന്നതായിട്ട് അനുഭവപ്പെടുന്നതായിരിക്കാം. ഒന്നെങ്കിൽ അതാണ് സാധ്യത. അതായത് ആ കുട്ടികൾ പുഞ്ചിരിക്കുന്ന മുഖം സെൽ സ്വഭാവത്തിൻ്റെ അടയാളമാണെന്ന് പഠിക്കുകയോ, പാവല്ലേ ഇതെന്തോ നിഷ്കളങ്കയായ സ്ത്രീയാണെന്ന് കരുതി ചിലപ്പോൾ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചതാവും. ആ പുഞ്ചിരി അത് കൊഞ്ഞനം കുത്തിയതായിട്ട് ആ സ്ത്രീക്ക് അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ശാഖയിൽ നിന്നും പഠിച്ച അന്ധമായ മുസ്ലിം വിരോധം കാരണമായിരിക്കും ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടികൾ കൊഞ്ഞനം കുത്തിയിട്ടുണ്ടാവും. കാരണം എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞ പോലെ അന്ധമായ മുസ്ലിം വിരോധം അല്ലെങ്കിൽ അപരമത വിദ്വേഷമൊക്കെ മനസ്സിലിങ്ങനെ നിറച്ച് അതിൻ്റെ ആ ഒരു വീറും വാശിയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പേറുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ചില അനുരണനങ്ങൾ മുഖത്ത് പ്രകടമാകും. അങ്ങനെ മുഖത്ത് പ്രകടമാകുകയും ആ ഒരു മുഖം വെച്ചിട്ട് ഇതുപോലെ കുട്ടികളെ നോക്കിയപ്പോൾ കുട്ടികൾക്ക് ഈ മുഖത്ത് കാണുന്ന വർഗീയതയും വിദ്വേഷവും ദേഷ്യമൊക്കെ കണ്ടപ്പോൾ ഇതെന്തോ ഞങ്ങളെ കൊഞ്ഞനം കുത്തുകയാണ് എന്ന് തോന്നിക്കാണും. അങ്ങനെ തിരിച്ചൽപ്പം കൊഞ്ഞനം കുത്തിയതാവും. 2നും സാധ്യത ഉണ്ട്. കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്കും ഒരു പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ആ ഒരു മുഖത്തുള്ള ആ ഒരു തീവ്ര മനോഭാവം, അതേപോലെ തന്നെ ആ ദേഷ്യം, ആ വിദ്വേഷം, ഇതൊക്കെ നമ്മളും ആ സ്ത്രീയുടെ മുഖത്ത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഒരു പക്ഷെ അതായിരിക്കും. പിന്നെ മറ്റൊന്ന്, പർദ്ദയിട്ട സ്ത്രീ. നിങ്ങൾ നോക്കൂ, എത്രയോ സ്ത്രീകൾ അവിടെ ഉണ്ട്. അനുഭവം വരുന്നത് ഇതുപോലത്തെ സംഖ്യകൾക്കാണ് കേട്ടോ. പലപ്പോഴും ഇതുപോലത്തെ അനുഭവം വരുന്നത് ഇതുപോലെയുള്ള സംഖ്യകൾക്കാണ്. കാരണം എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വേണ്ടേ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഥ ഉണ്ടാക്കണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ഇതുപോലെ മദ്രസ പൊട്ടന്മാർ, അതേപോലെ തന്നെ ഈ പർദ്ദ മീൻസ് അവർ ഹിജാബിനാണ് ഉദ്ദേശിക്കുന്നത്, ഹിജാബിനെ വിമർശിക്കും. ഇനി അതൊക്കെ പോട്ടെ, ഇനി ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായാൽ ഇപ്പം എന്താ ചെയ്യേണ്ടി? അങ്ങനത്തെ ഒരു സ്ത്രീ, ആ സ്ത്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇനിയും പല കുട്ടികൾക്കും ഇതുപോലെ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടി? അവിടെ CCTV ഒക്കെ അല്ലേ? ആ സ്ത്രീയൊക്കെതിരെ നിയമവുമായി മുന്നോട്ട് പോകണം, നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം. അതിൻ്റെ ലുലു മാളിൻ്റെ അധികൃതരുമായി ബന്ധപ്പെടണം, ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകണം. അതല്ലേ ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അതൊരു വീഡിയോ എടുത്തിട്ട് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതായത് ഒരു പക്ഷേ ഇതൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഇതൊക്കെ പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ നോക്കി, അത് വീഡിയോ എടുത്തിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? മദ്രസ പൊട്ടന്മാർ, തൊപ്പി വെച്ച 2 കുട്ടികൾ, അതാണ് അതിൽ പ്രധാന പോയിന്റ്. കുട്ടികൾ കളിയാക്കിയതൊന്നുമല്ല, തൊപ്പി വെച്ച 2 കുട്ടികൾ, അതേപോലെ തന്നെ പർദ്ദയിട്ട സ്ത്രീ ആയിരിക്കാം, ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. എന്നാലും അത് പറയുക, സമൂഹത്തിൻ്റെ പൊതുമധ്യത്തിൽ അത് പറയുമ്പോൾ അതിൻ്റെ ഒരു മാന്യതയിൽ പറയണം. പക്ഷേ ഈ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ആ അനുഭവത്തിൽ തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കണം. ഒരു പക്ഷേ കേവലം ഒരു ശരാശരി സംഗിണിയുടെ ഒരു കെട്ടുകഥയായിട്ട് ചിലപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ, അതല്ലേ ചെയ്യേണ്ടത്. അതല്ലാതെ സമൂഹത്തിൽ ഇങ്ങനെ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചത് കൊണ്ട് എന്താണ് ഇപ്പോൾ ഇവർക്ക് നേടാനുള്ളത്?